ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കൊച്ചു ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് കോൾഗേറ്റ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു അളവിലാണ് ഞാൻ കോൾഗേറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നഫ്തലിൻ ബോളാണ് കേട്ടോ. നഫ്തലിൻ ബോൾ കുറച്ച് പൊടിച്ച് ഞാൻ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അളവിൽ ഞാൻ നഫ്തലിൻ ബോളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോൾഗേറ്റും അതുപോലെ തന്നെ നഫ്തലിൻ ബോളും നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത ഈ ഒരു മിക്സ് കൊണ്ട് നമുക്ക് നമ്മുടെ അലമാരകളിലോ അല്ലെങ്കിൽ കിച്ചൻ്റെ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്ത് ആ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പാറ്റകളുടെ ശല്യമോ അതുപോലെ തന്നെ പല്ലികളുടെ ശല്യമോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കിയ ആ ഒരു മിക്സിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വാസ്ലൈനാണ്. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ വാസ്ലൈൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കോൾഗേറ്റും അതുപോലെ തന്നെ നാഫ്തലിൻ ബോളും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1-2 ഡ്രോപ്പ് ലിക്വിഡ് ഡിഷ് വാഷാണ്. അതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ലിക്വിഡ് ഡിഷ് വാഷ് ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ലൈസോൾ കൂടെ ഇതുപോലെ ഒരു ഡ്രോപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് വിനീഗറാണ്. ഈ ഒരു അളവിൽ ഏകദേശം 1 ടീസ്പൂണോളം വിനീഗറും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അത് മിക്സ് ചെയ്തെടുക്കാം. ആ വിനീഗറിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. കോൾഗേറ്റും നാഫ്തലിൻ ബോളും അതുപോലെ തന്നെ വാസ്ലൈനും നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു ഡിഷ് വാഷും കൂടെ നന്നായിട്ടൊന്ന് വിനീഗറിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നല്ല ചൂടോട് കൂടിയുള്ള വെള്ളമാണ് കേട്ടോ. ഈ ഒരു അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ചൂടോട് കൂടി തന്നെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമ്മൾ ആ ഒരു വാസ്ലൈനും കോൾഗേറ്റും അതുപോലെ തന്നെ നാഫ്തലിൻ ബോളൊക്കെ ആ ഒരു വെള്ളത്തിൽ നല്ല രീതിക്കൊന്ന് ഡൈലൂട്ടായിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ഒരുപാട് യൂസസ് ഉണ്ട്. അതെന്താ എന്നൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്ക് ഒഴിച്ചതിന് ശേഷമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം. അപ്പോൾ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്ട്രെയിൻ ചെയ്ത് കിട്ടിയിട്ടുള്ള ആ ഒരു വേസ്റ്റ് നിങ്ങൾക്ക് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പൊക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് അതും ഒഴിവായി കിട്ടും. അപ്പോൾ നമ്മൾ റെഡിയാക്കിയ ആ ഒരു സൊല്യൂഷൻ ഞാൻ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്ക് ഒഴിച്ചു മാറ്റുന്നുണ്ട്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു സൊല്യൂഷന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും കൂടെ കുറച്ചും കൂടെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് കംഫർട്ട് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് യൂസ് ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഹോം അപ്ലയൻസസ് ആണെങ്കിലും ഫർണിച്ചേഴ്സ് ആണെങ്കിലും എല്ലാത്തിലും നമുക്കിത് സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഒരിക്കലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ഒരു ഡസ്റ്റൊക്കെ ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് തന്നെ നമുക്ക് വീട് മുഴുവനും ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് നമ്മുടെ വീടുകളിലുള്ള ഫ്രിഡ്ജിൻ്റെ മുകളിലും അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ്റെ മുകളിലൊക്കെ ഉള്ള ഡസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നീട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് ഡസ്റ്റ് തുടയ്ക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് വരില്ല. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലുള്ള കണ്ണാടികളൊക്കെ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് തന്നെ നിങ്ങൾ തുടച്ച് വൃത്തിയാക്കാവുന്നതാണ് കേട്ടോ. നല്ലൊരു വൃത്തി ഉണ്ടാകും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല രീതിക്ക് തന്നെ നമുക്ക് ക്ലീനായി കിട്ടും. അപ്പോൾ ഫർണിച്ചറിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലുള്ള TV അതുപോലെ തന്നെ കണ്ണാടി, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് ഇതുപോലുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് സ്പ്രേ ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് തന്നെ തുടച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യവും വരില്ല. അപ്പോൾ ഉറപ്പായിട്ട് ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് ടാൽക്കം പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം 1 ടീസ്പൂണോളം ടാൽക്കം പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ബാഡ് സ്മെല്ലൊക്കെ പോക്കാൻ കഴിവുള്ള ഒരു സംഭവമാണ് ഈ ഒരു ബേക്കിംഗ് സോഡ. അപ്പോൾ അത് ഞാനൊരു 1/4 ടീസ്പൂണോളം അതും കൂടെ ആ ഒരു പൗഡറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി അത്രയ്ക്കും നല്ലതാണ് നമുക്ക് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ടിപ്പിലേക്ക്. അപ്പോൾ അതും കൂടെ ചേർത്ത് ടാൽക്കം പൗഡർ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്നുള്ളതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചൂലിലാണ്. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ചൂല് കഴുകി ഉണക്കിയെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മൾ ചൂല് കഴുകി കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടാനും ബുദ്ധിമുട്ടാണ്. ചൂല് നനഞ്ഞ് ആ ഒരു ചൂല് കറക്റ്റായിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ അതിൽ നിന്ന് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഇതുപോലൊന്ന് റെഡിയാക്കിയിട്ട് ജസ്റ്റ് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ചൂലിലേക്ക്. അപ്പോൾ നല്ലൊരു മണം ഉണ്ടാവും, ബാഡ് സ്മെല്ലൊന്നും വരികയില്ല. നമുക്ക് കഴുകാൻ പറ്റാത്ത സമയത്തൊക്കെ നമുക്ക് ഇതുപോലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്യാട്ടോ. നല്ല രീതിക്ക് തന്നെ ആ ഒരു പൗഡർ നിങ്ങൾ ചൂലിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ ചൂലിൽ നമുക്ക് പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ കഴുകിയതിന് ശേഷം ഉണങ്ങി കിട്ടിയില്ലെങ്കിലൊക്കെ നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ലൊന്നും ചൂലിൽ നിന്ന് വരില്ല കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വീട് മുഴുവനും വൃത്തിയാക്കുന്ന ഈ ഒരു ചൂലാണ്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും നല്ല വൃത്തിക്ക് തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പൗഡർ വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്പും കൂടെ ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ചില സമയങ്ങളിൽ വീടൊക്കെ തുടയ്ക്കാൻ പറ്റാത്ത ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ടിപ്പാണ്. നിങ്ങളിതായി കുറഞ്ഞ അളവ് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു പൗഡർ എടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഫ്ലോറിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചൂല് ഉപയോഗിച്ചൊന്ന് അടിച്ചോരി എടുക്കുകയാണെങ്കിൽ നമുക്ക് ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും വരില്ല. നമ്മൾ തുടച്ചില്ല എന്നുള്ളതൊന്നും നമുക്ക് തോന്നില്ല. അതുപോലെ തന്നെ ഉറുമ്പും കാര്യങ്ങൾ കുട്ടികൾ ചിലപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് എന്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന സമയത്ത് ഉറുമ്പൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ മഞ്ഞൾപ്പൊടിയും ടാൽക്കം പൗഡർ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് നമ്മൾ ഈ ഒരു പൗഡർ കൊണ്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ, ഇതുപോലെ ഒന്ന് അടിച്ചൂരി എടുക്കുകയാണെങ്കിൽ നമുക്ക് തുടച്ച പോലെ തന്നെ വീട് നല്ല വൃത്തിക്ക് ഉണ്ടാവും. എല്ലാവർക്കും ഒരു ചെറിയ സംശയം ഉണ്ടാവും, പൗഡറൊക്കെ ഇട്ട് ഇതുപോലെ ടൈലിൽ യൂസ് ചെയ്താൽ സ്ലിപ്പ് ആവില്ലെന്ന്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കുറഞ്ഞ അളവാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി മഴക്കാലത്തും അതുപോലെ തന്നെ വീട് തുടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉറുമ്പ് ശല്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ വീട് തുടച്ചില്ല എന്ന് കരുതിയിട്ട് നമുക്ക് ബാഡ് സ്മെല്ലൊന്നും നമുക്ക് വരില്ല. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ. ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് എൻ്റെ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബോട്ടിൽ മുടികളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉപയോഗം ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഈ മൂടി വെച്ച് കൊടുക്കാൻ പോകുന്നത് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലേക്കായിട്ടാണ്. അതായത് ആ ഒരു സ്റ്റാൻഡിലേക്കാണ് ഞാൻ വെച്ച് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു റബ്ബർ സ്റ്റാൻഡ് കാരണം തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ നിന്ന് പെട്ടെന്നൊന്ന് നമുക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പ് മൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നിങ്ങൾ ബോട്ടിൽ മൂടി ആ ഒരു സ്റ്റാൻഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ഗ്യാസ് സ്റ്റോപ്പ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ബോട്ടിൽ മൂടി ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 3 പ്ലേറ്റ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എൻ്റെത് 3 ബർണർ ഗ്യാസ് സ്റ്റോപ്പ് ആയതുകൊണ്ടാണ് ഞാൻ 3 പ്ലേറ്റ്സ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ വെച്ച് കൊടുക്കാൻ പോകുന്നത് ആ ഒരു ബർണറിൻ്റെ അടിയിലേക്കായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനത് എന്തിനാണ് വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ തിളച്ച് തൂവുന്ന സമയത്ത് ചോറാണെങ്കിലോ അല്ലെങ്കിൽ പാലാണെങ്കിലോ നമ്മൾ എന്തെങ്കിലും കറിയൊക്കെ വെക്കുമ്പോൾ തിളച്ച് തൂവുമ്പോൾ അത് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഒലിച്ചു പോയിട്ട് നമുക്ക് പിന്നീട് എല്ലാം കൂടെ ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമ്മളിങ്ങനെ ഇതുപോലെ ഒരു പ്ലേറ്റൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും തിളച്ച് തൂവി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്ലേറ്റ് മാത്രം എടുത്ത് ക്ലീൻ ചെയ്താൽ മതിയാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പ് ഒന്ന് വെറുതെ പൊക്കി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും നമുക്കുണ്ടാവില്ല. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.